ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കൊരു എലഫൻറ്റ് ടോപ്പറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൽ ബേസിക് ആയിട്ടൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് കൂടുതലും ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഗം പേസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു കളറിൽ ഗം പേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഫോണ്ടൻ്റ് ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തൈലോസ് പൗഡറും നമ്മുടെ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് കട്ടിയാക്കി എടുക്കുന്നുണ്ട്. കാരണം നല്ല നല്ല ലൂസായിരുന്നു. ഞാൻ പുതിയ വാങ്ങിച്ച പാക്കറ്റായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, കുറച്ച് മെൽറ്റ് ഫോം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സംസാരിക്കുന്നതിലും കൂടുതൽ നിങ്ങൾ ആ ഫിഗേഴ്സ് ശ്രദ്ധിച്ചാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ പാടൊന്നുമില്ല, നമുക്ക് എലഫന്റ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ അധികം ഈ ബേസിക് ആയിട്ടെന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. വേറൊന്നുമല്ല, എന്താണ്, ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതികൾ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കുന്ന് ഞാൻ എന്തിനോ എണീറ്റ് പോയതാണ് ടൂത്ത് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ മാറ്റാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഫിഗറില്ലേ, ആ ഒരു രീതിയിൽ വേണം കാലും കയ്യും ആയിട്ടുള്ളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ കൈയുടെ പോർഷനിലും കുറച്ചും കൂടി വണ്ണം ഉണ്ടായിരിക്കണം. കാലിൻ്റെ പോർഷൻ വന്നിട്ട് ഇതിപ്പോൾ ഒരു ഇരിക്കുന്ന ആനക്കുട്ടി പോലെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ എത്രത്തോളം ലെങ്ത് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാനിത് ഒരു ഹാഫ് ആൻ അവറിൽ മേളിൽ എടുത്തിട്ടാണ് കേട്ടോ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. എളുപ്പമാണ്, പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഗം പേസ്റ്റ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നേനെ. ഇത് ഈ ഗ്ലൗസ് ഇട്ടിട്ട് പോലും എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു, ആ ഗ്ലൗസിലോട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ച ആളല്ല. ഞാൻ തനിയെ ചെയ്ത് ചെയ്ത് പഠിച്ച ആളാണ് കേട്ടോ. അപ്പോൾ എൻ്റേതായ രീതിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് വിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഹെഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം ടൂൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഗറാണ് കേട്ടോ എലഫൻറ്റിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. വെറും ഫോണ്ടൻ്റ് മാത്രം മതി. ടൂൾസ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടിട്ടാണ്. അതല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ വല്ലതും കണ്ണിനൊന്ന് ദ്വാരം ഇട്ട് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് ബ്ലാക്ക് ഫോണ്ടൻ്റ് ഉണ്ടെങ്കിൽ കണ്ണിന് വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ കുഞ്ഞ് ബ്രഷ് വെച്ചിട്ട് വല്ലം ഈ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അതൊന്ന് കണ്ണിൻ്റെ അവിടെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഫോണ്ടൻ്റൊക്കെ നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. ഒട്ടും അറിയാത്ത ആരെങ്കിലും കാണുന്നുണ്ട്, ഒട്ടും അറിയാത്ത മീൻസ് ഇപ്പോൾ ബേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒട്ടും ഫോണ്ടൻ്റ് ബോക്സ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. ഫോണ്ടൻ്റ് നമുക്ക് കളർ മിക്സ് ചെയ്തും എടുക്കാം, നമുക്കിങ്ങനെ കളറായിട്ട് വാങ്ങിക്കാനും കിട്ടും. അപ്പം ഞാൻ ഡാർക്ക് കളേഴ്സൊക്കെ വാങ്ങിക്കാറാണ് പതിവ്. പിന്നെ ഒത്തിരിയായിട്ട് വേണമെങ്കിലും വാങ്ങിക്കുക തന്നെ ഞാൻ ചെയ്യാറ്. കുറച്ച് മതിയെങ്കിലേ മിക്സ് ചെയ്തെടുക്കാറുള്ളൂ. മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ഞാൻ കളറ് ആഡ് ചെയ്ത് വരുന്നത് തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇങ്ങനത്തെ ഫിഗേഴ്സൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് കൂടുതലും ബെറ്റർ ഗം പേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബ്ലാക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ട് കണ്ണാക്കി കൊടുത്തില്ലേ, അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ഫോണ്ടൻ്റും കൂടെ വെച്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അതൊരു ഒറിജിനാലിറ്റി ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എലഫന്റിന്റെ ബോഡി കണ്ടിട്ട് ഡിനോസറിനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നമുക്ക് എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഈ ഹെഡ് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ലുക്ക് വേറൊന്നാവുകയാണ്. ആ ഒരു തുമ്പിക്കൈയൊക്കെ വന്നു കഴിഞ്ഞ് ഒരു എലഫന്റ് ലുക്കിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ആ ഹെഡിലോട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുത്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൈയും കാലും ഒക്കെ ഞാൻ വെള്ളം വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഞാൻ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്യുന്നില്ല, വെള്ളം വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എഡിബിൾ ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ടൈലോസ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ CMCയോ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളം മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ തുമ്പിക്കൈയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു ഷേപ്പിൽ വേണം, ആ ഒരു ഷേപ്പാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് എലഫന്റ് ഫിഗർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് അത്രയും ഇതായില്ല, കുറച്ചും കൂടി ഒരു വലിപ്പം വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഞാനത് ആദ്യം ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കണ മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നുണ്ടോ എന്നുള്ളത്.
പിന്നെ ഈ തുമ്പിക്കൈ ഇളകിപ്പോകുമെന്ന് ഡൗട്ടുള്ളവർക്ക് വേണമെങ്കിൽ തലയുടെ ബാക്കിൽ കൂടെ കുഞ്ഞ് ഒരു ടൂത്ത് പിക്ക് കയറ്റി കൊടുക്കാം കേട്ടോ. ടൂത്ത് പിക്ക് ഒടിച്ചിട്ട് ചെറുതാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒട്ടിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ താഴത്തോട്ടും കൂടെ കുറച്ച് ഫോണ്ടൻറ്റ് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ തുമ്പിക്കൈ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യാനിരിക്കുമ്പോഴൊക്കെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിലിട്ട് കണ്ടോളൂ കേട്ടോ. തുമ്പിക്കൈയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ആനയ്ക്ക് ചെറിയൊരു ചരിവ്. അപ്പം ഞാൻ കരുതി ഒരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് അതൊന്ന് നേരെ ഇരിക്കുന്ന രീതിയിൽ വെക്കാമെന്ന്. അപ്പം ഞാനൊരു 2 ടൂത്ത് പിക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയും സ്ട്രോങ് ആയിട്ടിരിക്കണോ അത്രയും നല്ലത്. ഇതെനിക്ക് ഒന്നാമത് ഒരു 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 10 അല്ല 15 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊടുക്കേണ്ട ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പം ഫിഗേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫോണ്ടൻ്റ് എടുക്കുന്നതിന് ഒട്ടും മടി കാണിക്കേണ്ട. കാരണം കസ്റ്റമറിനോടും അതനുസരിച്ചുള്ള റേറ്റ് പറഞ്ഞോളണം. കാരണം ഫോണ്ടൻറ്റിനും റേറ്റ് ഉണ്ട്. നമ്മൾ എത്ര നേരം എഫേർട്ട് ഇട്ടാലും നിങ്ങൾ എന്തോരം കട്ട് ചെയ്തും കുറേ സ്പീഡാക്കിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കേട്ടോ. അപ്പം ഒത്തിരി നേരം ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ടാണ് ഞാൻ ആ ഒരു കേക്കിൻ്റെ ഫോണ്ടൻറ്റ് വർക്ക്, അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ, ഫോണ്ടൻറ്റ് വർക്ക്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെവിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കുറച്ച് കട്ടിക്ക് ചെവിക്ക് എടുക്കാം. ഞാൻ ആദ്യം എടുത്തിട്ട് കുറഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ഇട്ടിട്ടാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പോർഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം വീഡിയോ ഒത്തിരി ലെങ്തായി പോയാലും എല്ലാവർക്കും കാണാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചെവി വെക്കുന്നതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മൾ ഇച്ചിരി ഞാൻ വെള്ളം ആണ് ആഡ് ചെയ്യുന്നത്. ഗ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല, എഡിബിൾ ഗ്ലൂ ആയിരിക്കണം. എഡിബിൾ ഗ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കട്ടിക്കാകുമ്പോൾ അത് ഇരുന്നോളും. ഒട്ടും കട്ടിയില്ലെങ്കിലാണ് അത് പോകാൻ ആയിട്ടുള്ള ഇതുള്ളത് കേട്ടോ. അപ്പം കട്ടിക്കായതുകൊണ്ട് എൻ്റെ ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മെൽട്ടായിരുന്നു ഫോണ്ടൻ്റ്, എന്നിട്ട് തന്നെയും നന്നായിട്ട് തന്നെ സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് കുറച്ച് മാനേജ് ചെയ്യാൻ പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടും. ഞാൻ ഇനി ഫോണ്ടൻറ്റ് ബോക്സ് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഒരു ബേസിക് തൊട്ട്, ഞാൻ ഇത് ബേസിക് തൊട്ട് എടുത്തിരുന്നു. പക്ഷേ ഈ ഒരു ഫിഗറിൻ്റെത് തന്നെ ഒത്തിരി ലെങ്ത് പോകുന്നത് കൊണ്ട് ഞാൻ ബേസിക്കൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ആയപ്പോൾ തന്നെ നമ്മുടെ എലഫൻ്റ് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഡീറ്റെയിലിങ്ങും കൂടെ കൊടുക്കാമെന്ന് കരുതി. ഞാനെടുത്ത ഒരു റെഫറൻസ് പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടും കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ചെവിയുടെ അവിടെ കുറച്ച് വൈറ്റിഷ് കളറിലുണ്ടായിരുന്നു. പിന്നെ കാലും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നോക്കി നോക്കി വന്നപ്പോൾ അതിൻ്റെ തുമ്പിക്കൈയിലെ പാടൊക്കെ മാഞ്ഞു പോയി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആക്കി കൊടുത്തതാണ് കേട്ടോ. ആദ്യം ഞാൻ കരുതിയത് ആ വൈറ്റ് പേൾസ് വെച്ച് നോക്കാമെന്നാണ്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അത് ഉപേക്ഷിച്ചു. ആ ഒരു ദൗത്യം ഉപേക്ഷിച്ചു. പിന്നെ വൈറ്റ് കളർ ഫോണ്ടൻ്റ് തന്നെ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ടൂത്ത് പിക്കിനാണ് കുറച്ചുകൂടി ബെറ്റർ. എൻ്റെ ഫോണ്ടൻ്റ് ടൂൾസ് കുറച്ച് വലുതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ആനയ്ക്ക് കുറച്ച് വലുതാണ്. അപ്പം ഞാൻ ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് അത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പേഴ്സിനൊക്കെ നമുക്ക് ടൂത്ത് പിക്ക് നല്ല യൂസ്ഫുൾ ആണ്. അതൊന്ന് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അതും കൂടെ വാങ്ങിച്ച് വെച്ചേക്കണം. നമുക്കിങ്ങനെ ഫിഗേഴ്സ് വർക്കോ അല്ലെങ്കിൽ ടോപ്പേഴ്സായിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ കേക്കിൽ കുത്തി കൊടുക്കാനും ഒക്കെ ഇത് നല്ല യൂസ്ഫുൾ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒരു 3 വീതം ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഭാഗത്തും 2 വീതം ബാക്ക് പോർഷനിൽ വരുന്ന ഭാഗത്തും വെച്ച് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് എടുത്ത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനൊരു പുരികം പോലെ ആക്കി കൊടുക്കാനാണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ആനക്കുട്ടിയുടെ ആ ഒരു ഗ്രീൻ കളർ തന്നെ വീണ്ടും ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ത്രികോണം മാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് ആ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതൊരു ഹെയർ പോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ. സൂമിങ് കൂടുന്തോറും വീഡിയോയുടെ ഒരു ക്ലാരിറ്റി പോകുന്നെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ സൂം ഔട്ട് ചെയ്തത്. വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവണം, ആ ഒരു രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെവിയും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. അതിനിപ്പോൾ ഞാൻ ആ ചെയ്യുന്നത് പോലെ നോക്കി ആ ഒരു ഷേപ്പ് വന്നാൽ മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഫിഗറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പ് വരണം. ഇങ്ങനൊരു ഡീറ്റെയിൽ വരാനാണ് നമ്മൾ ഇപ്പോൾ ആ വൈറ്റ് ഫോണ്ടൻ്റ് കട്ട് ചെയ്യുന്നത്. അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ എലഫൻറ്റ് ഫിഗർ കംപ്ലീറ്റ് ആവും. എനിക്കിപ്പോൾ ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് വരുന്നുണ്ട് ഡൗട്ട്സൊക്കെ പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുമോ, അല്ലേ ബോട്ടിൽ ഇൻസ്റ്റ ലിങ്ക് ഉണ്ട്, അതിലൊന്ന് ചോദിക്കുകയോ ചെയ്തിരുന്നാൽ മതി. എനിക്കറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. ലാസ്റ്റ് ഏതെങ്കിലും പോർഷൻ ശരിയായില്ല എന്ന് തോന്നിയാൽ അതൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് ആ ഒരു ഷേപ്പിലോട്ട് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ആ ചെവി ഇങ്ങനെ തുറന്നു പോയ പോലെ തോന്നി. അപ്പോൾ ഞാനതൊന്ന്
അടച്ച് ഇത്തിരി ഒന്നിങ്ങനെ എന്താ പറയുക ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആന കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. താങ്ക് യു.